യെസ്, ഇത് കുട്ടികൾക്ക് സന്തോഷ വാർത്തയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെയുള്ള കാര്യമാണ്. അതായത് നാളെ അവധിയാണ്, എല്ലാ ജില്ലക്കാർക്കും ഇല്ല. അതായത് മലപ്പുറം, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളിൽ മഴ കാരണം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ റെഡ് അലേർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർമാർ 3 ജില്ലകളിൽ, അതായത് മലപ്പുറം, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവധി പ്രഖ്യാപിക്കുന്നത് സന്തോഷിച്ച് പുറത്തിറങ്ങി കളിക്കാൻ വേണ്ടിയിട്ടല്ല. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വീട്ടിൽ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ വെച്ചാൽ മതി. അപ്പോൾ അംഗനവാടികൾ, ട്യൂഷൻ സെൻ്ററുകൾ, മദ്രസകൾ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത്, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ഫുള്ളാക്കാനോ അല്ലെങ്കിൽ നാളേക്ക് ചിലപ്പം സ്കൂളിൽ എക്സാം ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ, അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയ ഒരവസരമായി കണ്ടുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വീണ്ടും ഞാൻ പറയണം മക്കളെ, ഇങ്ങനത്തെ അവധി ദിവസങ്ങളിലാണ് നമ്മുടെ മക്കൾ പുറത്ത് പോയിട്ട് ഏതെങ്കിലും കുളത്തിൽ കുളിക്കാൻ പോലെ അങ്ങനത്തെ ഒരുപാട് അപകടങ്ങൾ വരുത്തി വെക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അതായത് ഈ 3 ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി മറ്റുള്ള ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുമോ എന്നറിയില്ല. അത് നമ്മൾ നിങ്ങളെ എന്തായാലും കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ ഏത് ജില്ലയിൽ പെടുന്നവരാണ്? നിങ്ങൾ അവിടുത്തെ അവസ്ഥ റെഡ് അലേർട്ട് ആണോ, അല്ലെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ടോ, മഴയുണ്ടോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതിലൂടെ അറിയിക്കുക. അപ്പോൾ മറക്കേണ്ട ഏതൊക്കെ ജില്ലകൾ? മലപ്പുറം, ഇടുക്കി, പാലക്കാട് എന്നീ 3 ജില്ലകളിലാണ് റെഡ് അലേർട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജില്ല ഒന്ന് കമൻറ്റ് ചെയ്യും.